നമ്മൾ ചാപ്റ്റർ 3 ആണ് നോക്കുന്നത്. ചാപ്റ്റർ 3 ഫസ്റ്റ് സെക്ഷൻ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ്. അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റിയൽ വേരിയബിൾ ഇൻ എ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം ഈസ് സെഡ് ടു ബി അൺകൺസ്ട്രെയിൻഡ് ഇഫ് ദർ ഈസ് നോൺ നെഗറ്റീവ് കോൺസ്ട്രെയിൻഡ് ഓൺ ദി വേരിയബിൾ. അതായത് നമ്മളൊരു റിയൽ വേരിയബിൾ LPPയിലെ റിയൽ വേരിയബിളിന് നമ്മൾ അൺകൺസ്ട്രെയിൻഡ് പറയണമെങ്കിൽ അതിലെന്തുണ്ടാവില്ല, നോൺ നെഗറ്റീവ് വേരിയബിൾ ഉണ്ടാവില്ല. നോൺ നെഗറ്റീവ് വേരിയബിൾ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുക, unconstrained variable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then the first type of non-canonical linear programming problem has canonical maximization or canonical minimization from form except that there may not be non-negativity constraint or constraint on all of the independent variable. That is, some of these variables may be unconstrained. അതായത് രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാനോണിക്കൽ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ കാനോണിക്കൽ മിനിമൈസേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോം എക്സെപ്റ്റ് ദാറ്റ് ദർ മേ നോട്ട് ബി നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. അതിൽ എന്തുണ്ടാവില്ല, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാവില്ല. ഓൺ ഓൾ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒന്നും എന്തുണ്ടാവില്ല, നോൺ നെഗറ്റീവ് ആവില്ല. ദാറ്റ് ഈസ് സം ഓഫ് ദീസ് വേരിയബിൾസ് മേ ബി അൺകൺസ്ട്രെയിൻഡ്. ഫോർച്ചുനേറ്റ്ലി സച്ച് എ പ്രോബ്ലം ഈസ് ഈസിലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എൻ ഇക്വലന്റ് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൻ്റെ രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സാധാ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം ആയിട്ട് മാറ്റാൻ പറ്റും. ഇൻ കാനോണിക്കൽ ഫോം പ്ലസ് എ നമ്പർ ഓഫ് ഫിൽഡ് ഇക്വേഷൻസ്. വി ലിസ്റ്റഡ് ദി സെവറൽ എക്സാമ്പിൾസ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 3y, എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മൈനസ് 3x മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 15. ഇൻ ദിസ് പ്രോബ്ലം ബോത്ത് എക്സ് ആൻഡ് വൈ ആർ അൺകൺസ്ട്രെയിൻസ്. എക്സും വൈയും എന്താണ്, അൺകൺസ്ട്രെയിൻസ് ആണ്. കാരണം എക്സിനായാലും വൈനായാലും എന്തില്ല, നോൺ നെഗറ്റിവിറ്റി ഇല്ല. Before we illustrate the solution procedure, we sketch the constraint set of this problem. ഈ പ്രോബ്ലം നമ്മൾ അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞു. സോ നമ്മളിതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞേക്കണം മുന്നേ ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യുക. സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം, എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എടുക്കുക. മറ്റേത് മൈനസ് 3x മൈനസ് y ഈക്വൽ ടു മൈനസ് 15 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഈ ഒരു ഇക്വേഷന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ എക്സ് വൈ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് വരും, വൈക്ക് 5 വരും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആവും. ദെൻ അതേപോലെ ഇതിൽ നമ്മൾ 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസ് വരും. ആ 2 വാല്യൂസ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫ് വരച്ചതാണ് ഇത്. ഓക്കെ, ഇവിടെ മൈനസ് 3x മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 15ഉം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്ന് വരും. ഈ പോയിൻ്റാണ് ഇവിടെ നമ്മൾക്ക് വരുന്നത്. ഓക്കെ, then on the basis of this constraint set can you guess the outcome of the problem? അത് നമുക്ക് വേണമെന്നില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ പിക്ചർ വരച്ചു എന്നേ ഉള്ളൂ. വി ബിഗിൻ ബൈ റെക്കോർഡിംഗ് ദി പ്രോബ്ലം ഇൻ ടക്കർ ടേബിൾ ആസ് യൂഷ്വൽ. നമ്മൾ ടക്കർ ടേബിൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്ത് പ്രോബ്ലം, മാക്സിമൈസ് ആണ്. അപ്പോൾ മാക്സിമൈസേഷന് ടക്കർ ടേബിളാണ് ആദ്യം വരച്ചിരിക്കുന്നത്. നമ്മൾ അതിലൊക്കെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സ്ലാക്ക് വേരിയബിൾസ് ആർ ഓൾവേസ് കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ്. സ്ലാക്ക് വേരിയബിൾസ് എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടല്ല, അങ്ങനെ ഈക്വൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവർ ഗോൾ നൗ ഈസ് ടു പിവോട്ട് ഈച്ച് അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡൗൺ ടു ദി സെറ്റ്. അതായത് നമ്മൾ ഇതിൻ്റെ പിവോട്ട് എലിമെൻറ്റ് കണ്ടെത്താനാണ് നമ്മൾ നോക്കുന്നത്. സോ സിൻസ് ദി ടേബിൾ റെപ്രസെൻറ്റ് നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം, ദി സിംപ്ലസ്റ്റ് അൽഗോരിതം ഓഫ് ചാപ്റ്റർ 2 ഇസ് നോട്ട് യൂസ്ഡ്. ദി സിംപ്ലസ്റ്റ് അൽഗോരിതം ഓൺലി അപ്ലൈസ് ടു കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം. അതായത് സിംപ്ലസ്റ്റ് അൽഗോരിതം നമ്മൾ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാമിങ്ങിലാണ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം ആണ്. അതായത് നോൺ കാനോണിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തരുന്നില്ല. കാനോണിക്കൽ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എന്ത് തരും, ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് തരും. അത് തരാത്ത സ്ഥിതിക്ക് എക്സ് എന്താവാം, ഒന്നുകിൽ എക്സ് ലെസ് ദാൻ 0 ആവും, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവും. അതാണ് നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് സിംപ്ലസ്റ്റ് അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദി ആക്സെപ്റ്റബിൾ പിവോട്ട് എൻട്രീസ് ആർ A11, A12, A21 ആൻഡ് A22. ഇനി ഈ 4 എൻട്രീസിൽ നിന്ന് വേണം നമ്മൾ എന്ത് കണ്ടെത്താം, പിവോട്ട് എലിമെൻറ്റ് കണ്ടെത്താം ഇൻ നോൺ കാനോണിക്കൽ മാക്സിമം ടേബിൾ. ഓർ സിമിലർലി മാക്സിമം ടേബിൾ ഫോർ ദാറ്റ് മാൻ. Never pivot on any entry in the -1 column of the objective function row. The most convenient of these pivots for our purpose is A11 equal to 1 or A22 equal to -1. Since all tables entries will remain integral after pivoting, we choose A11 equal to 1 for definiteness. Pivoting on 1 moves x down to the east.
സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഇല്ല. സോ നമ്മൾ ചെറിയ വാല്യൂസ് ചൂസ് ചെയ്തു. ചെറിയ വാല്യൂസ് ചൂസ് ചെയ്ത് 1 ചൂസ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം -3 ആണ് വരുന്നത്. അപ്പോൾ -3 നമ്മൾ എന്തായാലും എടുക്കില്ല. അപ്പോൾ ഉള്ളത് ആകെ എന്താണ് 1 ആണ്. അപ്പോൾ ആ 1ന് നമ്മൾ പിവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്തു. ദെൻ പിവോട്ട് എക്സ് ഡൗൺ ആകുമ്പോൾ ഈ എക്സ് എന്തായിട്ട് മാറും, ഈ -T1 അവിടെ കിടക്കും. T1 എന്നുള്ളത് എക്സിൻ്റെ സ്ഥലത്തേക്ക് പോകും. ദെൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എക്സും വൈയും നോൺ കൺസ്ട്രെയിൻഡ് ആണ്. നോൺ കൺസ്ട്രെയിൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ എക്സിനെ ഇങ്ങോട്ട് മാറ്റിയാലും നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് ഇതാണ് -1 1 -10 = F എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിളാണ് നമുക്ക് വരുന്നത്. അത് ഈ ടേബിൾ എങ്ങനെ വന്നു വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ പിവോട്ട് എലമെൻറ്റ് 1 ആണ്. പിവോട്ട് എലമെൻറ്റ് 1 ആകുമ്പോൾ P = 1 ആകുമ്പോൾ Pനെ നമ്മൾ 1/P ആക്കിയിട്ട് എഴുതും. Qനെ നമ്മൾ Q/P ആയിട്ട് എഴുതും. Rനെ നമ്മൾ -R/P ആയിട്ട് എഴുതും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ്. ബാക്കി എസ്സിനെ നമ്മൾ PS - QR / P എന്നുള്ള ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടെത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ദെൻ സിൻസ് എക്സ് ഈസ് അൺകൺസ്ട്രെയിൻഡ്, നോക്കുക ഇവിടെ എക്സ് നമുക്ക് എന്താണ്, അൺകൺസ്ട്രെയിൻഡ് തന്നെയാണ്. The equation represented by the first row of the new table represent no constraint on T1 or Y. Notice however that this equation will enable to solve for x if we know T1 and Y. We hence fail the equation corresponding to x row for futures and delete that row from the table. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് എന്ന് പറയുന്നത്, ഈ ഒരു റോ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്, അതിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇനി ഉണ്ടാകാൻ പറ്റില്ല. നമ്മൾ എക്സ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. എക്സിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ലാതെ ആ എക്സ് അവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇപ്പോൾ നമ്മൾ അൺകൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ഏത് വേരിയബിളിനാണോ അങ്ങോട്ട് മൂവ് ചെയ്തത്, അതായത് ഇപ്പോൾ ഇവിടുന്ന് എക്സിനെയാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റോ അങ്ങോട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഡിലീറ്റ് ചെയ്ത്, അപ്പോൾ ഈ റോ ഡിലീറ്റ് ചെയ്തിട്ട് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്നത് എഴുതിയിട്ടു. ഓക്കെ, ആ റോ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണിത്. ഫെയിൽ ഇക്വേഷൻ T1 + 2y - 10 = -x. അത് ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്തായി, ഫെയിൽഡായി. അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ വരും, നിങ്ങൾ കറസ്പോണ്ടിങ് ഇക്വേഷൻ നോക്കി നോക്കാം. ഇക്വേഷൻ നോക്കുമ്പോൾ ഈ ഒരു റോയിലെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, T1 × 1 + 2 × y = -10, 2y - 10 = -x എന്ന് വരും. അപ്പോൾ എക്സ് ഇവിടെ എന്തായി, അൺകൺസ്ട്രെയിൻഡ് അല്ലാത്ത കേസ്, അതായത് നോൺ കൺസ്ട്രെയിൻഡ് കേസ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ എക്സ് എന്തായി, ഇവിടെ കൺസ്ട്രെയിൻഡ് ആയിട്ട് മാറി. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ദെൻ ഇത് ഡിലീറ്റ് എക്സ് റോ, കാരണം ഈ ഒരു ഇക്വേഷൻ ഫെയിലായിപ്പോയി. ഫയൽ ഇക്വേഷൻ T1 + 2y - 10 = -x എന്നാണ് നമുക്ക് വന്നത്. ദെൻ നമുക്ക് ബാക്കിയുള്ള റോ ഇതേപോലെ എന്ത് കണ്ടെത്താം, നമ്മുടെ പിവോട്ട് എലമെൻറ്റ് 1 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 മാത്രമേ ഉള്ളൂ. സോ 5നെ നമ്മൾ പിവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് ബാക്കി നമ്മൾ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, y ഡൗൺ ചെയ്തു. എന്നിട്ട് നമ്മൾ Pനെ 1/P ആയിട്ട് എഴുതി, Qനെ Q/P ആയിട്ട് എഴുതി, Rനെ -R/P ആയിട്ട് എഴുതി. പിന്നെ എസ്സിനെ PS - QR / P എന്നുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയതാണ് ഇത്. അപ്പോൾ വൈനെ ഇങ്ങോട്ടും കൊണ്ടുപോയി. സിൻസ് y is unconstrained, വൈയും ഇവിടെ എന്താ വരുന്നത്, അൺകൺസ്ട്രെയിൻഡ് ആണ് വരുന്നത്. ദ ഇക്വേഷൻ റെപ്രസെൻറ്റഡ് ബൈ ദി ഫസ്റ്റ് റോ ഓഫ് ദി ന്യൂ ടേബിൾ റെപ്രസെൻറ്റ് നോ കൺസ്ട്രെയിൻറ്റ് ഓൺ T1 or T2. Notice however that this equation will enable us to solve y if we know T1 and T2. We hence fail the equation corresponding to the row for future use and delete that row from table. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ -y ആണ് നമുക്ക് വന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ റോയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ റോയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അതായത് ഈ ഇക്വേഷനിൽ ഫെയിൽ ആയിപ്പോയി. -y എന്നാണ് ഇവിടെ വന്നത്, കാരണം -y ഡിലീറ്റ്, അപ്പോൾ -y വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമ്മളുടെ കിട്ടുക, ഇക്വേഷൻ കിട്ടുക. സോ ദിസ് ടേബിൾ ഈസ് നൗ കാനോണിക്കൽ ഫോം. ഇതിപ്പോൾ കാനോണിക്കൽ ഫോമായി, ഇതിപ്പോൾ നമുക്ക് കാനോണിക്കൽ ഫോമായി, കാരണം എക്സ് വൈ ആണ് നമ്മളുടെ കൺസ്ട്രെയിൻഡ് അല്ലാത്ത വേരിയബിൾസ് ഉണ്ടായിരുന്നത്, നോൺ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള വേരിയബിൾ ഉണ്ടായിരുന്നു. ആ എക്സും വൈയും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. എക്സും വൈ റിമൂവ് ചെയ്ത് കളഞ്ഞ സ്ഥിതിക്ക് പിന്നെ വരുന്നത് എന്താണ്, T1 T2 വെച്ചിട്ടല്ലേ, അത് നമുക്ക് എന്താണ്, ഇൻഡിപെൻഡൻസ് വേരിയബിൾസ് ആണ്. അപ്പോൾ അത് നമുക്ക് വാലിഡ് ആയിട്ട് പോകും. Then this table is now canonical form. അപ്പോൾ നമ്മുടെ ടേബിൾ ഇപ്പോൾ canonical form ആയി, കാരണം എക്സും വൈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ canonical form ആയി. ഫ്രം സിൻസ് ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കൺസ്ട്രെയിൻഡ് ടു ബി നോൺ നെഗറ്റീവ്, കാരണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒക്കെ നോൺ നെഗറ്റീവ് ആയിട്ടാണ് വരിക. T1 T2 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. So at this point we would ordinarily use the simplest algorithm to manipulate this canonical table into basic solution optimum form. However,
ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? T1 T2 = 0 ആണെന്ന് നമുക്കറിയാം. മാക്സിമം F = എന്താണ് വരുന്നത്? 13 ആണ് വരുന്നത്. ഈ മൈനസും കൂടിയിട്ട് 13 ആണ് വരുന്നത്. ദെൻ y നമ്മൾ ഫസ്റ്റ് ടേബിളിൽ നിന്ന് നമുക്കിവിടെ y = 3 എന്ന് വരും. എക്സിനെ റിമൂവ് ചെയ്ത ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സിനെ റിമൂവ് ചെയ്ത ടേബിളിൽ നിന്ന് x = 4 എന്ന് വരും. എക്സിനെ റിമൂവ് ചെയ്ത ടേബിള് x = x = 4 എന്ന് വരും ഫ്രം ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷന്. y = 3 എന്ന് വരും ഫ്രം സെക്കൻഡ് ഫീൽഡ് ഇക്വേഷന്. അപ്പോൾ നമ്മുടെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 ആണ്. മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാനോണിക്കലിനാണ് എടുത്തെഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. മാക്സിമൈസ് f(x, y) = x + 3y സബ്ജക്റ്റ് ടു x + 2y <= 10, 3x + 2y 3x + y <= 15 ആണ് വരുന്നത്. സോ എക്സും വൈയും എന്താണ്? അൺകൺസ്ട്രെയിൻഡ് ആണ്. കാരണം ഇവിടെ എക്സും വൈ അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് x > 0 അല്ലെങ്കിൽ y > 0 എന്നുള്ള കണ്ടീഷൻ തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് പറഞ്ഞത്? അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞു. സോ ദി കൺസ്ട്രെയിൻഡ് സെറ്റ് ഓഫ് ദിസ് പ്രോബ്ലം ഈസ് സ്കെച്ചബിൾ. ജസ്റ്റ് ആ ഒരു 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരച്ചു. Then again we record the problem. നമ്മൾ ഇതിലെഴുതി, നമ്മൾ ടേബിളിൽ എഴുതി, എന്നിട്ട് ഏറ്റവും ചെറിയ വാല്യൂൻ്റെ കറസ്പോണ്ടിങ് പിവോട്ട് എലമെൻറ്റ് കണ്ടെത്തി. അപ്പോൾ എക്സ് നമ്മൾക്ക് ഇങ്ങോട്ട് പോയി. എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് വരും? ഈ എക്സിന് ഇക്വേഷൻ എന്ത് വരും? T1 + 2y - 10 = -x എന്ന് വരും. സോ ഈ എക്സ് റോനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് y വരും. വൈൻ്റെ ഈ കറസ്പോണ്ടിങ് -5ഉം -3ഉം ആണ് വരുന്നത്. രണ്ടും മൈനസ് ആയതുകൊണ്ട് നമ്മൾ -5നെ നമ്മൾ പിവോട്ട് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തു. സോ പിവോട്ട് ബൈ ഡൗൺ ചെയ്തു. അതായത് നമ്മൾ പി എന്നുള്ളത് എന്താണ്? -5 ആണ്. സോ പി എന്നുള്ളത് -5 ആയതുകൊണ്ട് തന്നെ അത് 1/p ആക്കി. ക്യൂ എന്ന് പറഞ്ഞത് q/p ആക്കി. r എന്ന് പറഞ്ഞത് -r/p ആക്കി. അങ്ങനെ എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ ഫെയിൽ ആയതുകൊണ്ട് ഈ സെക്കൻഡ് ബൈ റോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാനോണിക്കൽ ഫോമിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, കാനോണിക്കൽ ഫോമിലുള്ള ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? So the independent constraint to be non-negative. Slack variables are always constrained to be non-negative. We would ordinarily use the simplest algorithm at this point to manipulate. Then f can clearly be made as large as we please by putting T1 = 0 and letting T2 tends to infinity. Hence non-canonical maximization linear program problem is unbounded. ഇവിടെ അപ്പോൾ നമുക്ക് കിട്ടിയത് അൺബൗണ്ടഡ് കേസാണ്. അൺബൗണ്ടഡ് കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? അത് ഒന്ന് T1 എന്ന് പറഞ്ഞത് 0യും T2 എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ദിസ് മേ ബി സർപ്രൈസ് ഇൻ വ്യൂ ഓഫ് ദി കൺസ്ട്രെയിൻസ് ദി ലീനിയർ പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതുകൊണ്ട് അതായത് T1 = 0യും T2 tends to infinity ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടില്ല എന്ന് പറയാം. ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ട് ആ അൺബൗണ്ടഡ് ആണെന്ന് പറയാൻ കാരണം അത് ഈ പിക്ചറിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അൺബൗണ്ടഡിൻ്റെ കേസ് ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, T1 or T2 വുഡ് ഡിക്രീസ് ചെയ്യണം. അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. രണ്ടിൻ്റെയും വാല്യൂ എന്താണ്? നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിമലാന്ന് പറയാം. ഇവിടെ അപ്പോൾ നിങ്ങൾ നോക്കുക, അൺബൗണ്ടഡിൻ്റെ കേസ് പറയാൻ കാരണം ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ്. അപ്പോൾ T1 0ലേക്ക് പോകുമ്പോൾ T2 എങ്ങോട്ടാണ് പോവുക? ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. കാരണം T1 ഇൻക്രീസ് ചെയ്യുമ്പോൾ T1 ഡിക്രീസ് ചെയ്യുമ്പോൾ T2 ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ എന്തില്ല? ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഇത് f(x/y) നമ്മൾ വേറൊരു രീതിയിൽ എഴുതുക ചെയ്യുക. സോ സിൻസ് വി ആർ മൂവിങ് ഓൺ ദ ലൈൻ x + 2y = 10, വി ഹാവ് x = 10 - 2y. അത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ആ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടെത്തുക. സോറി, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. സോ x = 10 - 2y എന്ന് എഴുതും. ദെൻ നമ്മൾ f(x/y) എന്ന് പറഞ്ഞത് x + 3y. ആ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ 10 - 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 10 - 2y + 3y എന്ന് വരും. സോ 10 + y എന്ന് വരും. Now if we move as above, we have y tends to infinity, hence f(x/y) tends to infinity. അത് നമ്മൾ പറഞ്ഞു T1 T2 എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ ഒന്ന് ഇൻക്രീസ് ചെയ്യും ഒന്ന് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്തായാലും എന്തായിട്ടേ മാറുള്ളൂ? ലാർജ് ആയിട്ടേ മാറുള്ളൂ. ഓക്കെ,
ഫംഗ്ഷൻ എന്തായാലും ലാർജ് ആവും. ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഫംഗ്ഷൻ ലാർജ് ആയിട്ട് മാറും. ഫംഗ്ഷൻ ലാർജ് ആകുമ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കേസിൽ എഴുതുക. ഒന്നുകിൽ എക്സിൻ്റെ കേസിൽ എഴുതുക, അല്ലെങ്കിൽ വൈൻ്റെ വേരിയബിളായിട്ട് എഴുതാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വൈൻ്റെ വേരിയബിളായിട്ടാണ് ചൂസ് ചെയ്തത്. അങ്ങനെ വൈൻ്റെ വേരിയബിളായിട്ട് ചൂസ് ചെയ്ത സ്ഥിതിക്ക് വൈ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞത് എങ്ങോട്ട് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. കാരണം ഇവിടെ വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്ന വേരിയബിൾ അല്ല. അപ്പോൾ ഇവിടെ 10+y എന്നാണ്. 10ൻ്റെ കൂടെ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലും ഇൻക്രീസ് ചെയ്ത് പോവുക ചെയ്യാം. -10+y എന്നാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, ചെറിയ -10+y എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ വേരിയബിൾസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിക്രീസ് ചെയ്ത് വരും, വലിയ വേരിയബിൾസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഇൻഫിനിറ്റിയാണ് വരുന്നത്. സോ അഡീഷൻ ആയതുകൊണ്ട്. Then next example 4, solve the following modification of example 3 above. Maximize f of x y equal to x plus 3y, x plus 2y less than or equal to 10, 3x plus y less than or equal to 15, x greater than or equal to 0. Here only y is unchanged. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, x greater than or equal to 0 ആണ് തന്നിട്ടുണ്ട്. സോ x greater than or equal to 0 എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രെയിൻഡ് ആണ്. ഇവിടെ y മാത്രമേ എന്ത് വരുന്നുള്ളൂ, നോൺ കൺസ്ട്രെയിൻഡ് വരുള്ളൂ. സോ ദി കൺസ്ട്രെയിൻഡ് സെറ്റ് ഓഫ് ദി പ്രോബ്ലം ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തു. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് example 3 outcome of this problem should be obvious by requiring that x be non-negative. x എന്താണ്, non-negative ആണ്. We have effectively removed the unboundedness from example 3 since points having larger and larger y values have been removed from the constraint set. അപ്പോൾ നമുക്കിവിടെ വൈനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. വൈനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പിവോട്ട് എലമെൻ്റ് ആയിട്ട് 1നെ ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വൈന് കറസ്പോണ്ടിങ് ആയിട്ട് 3നെ ചൂസ് ചെയ്യുക. 3 ചൂസ് ചെയ്യുമ്പോൾ 1 2 ആണ് വരുന്നത്. 2 1 വരുമ്പോൾ 2 ഡിവൈഡഡ് 10 വരുമ്പോൾ ഇവിടെ 2 ഡിവൈഡഡ് 10 എന്ന് വരും. അതായത് 1/5 വരും. അടുത്തത് 1/15 വരും. സോറി 1/15 അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് 3 നമ്മൾ ചൂസ് ചെയ്തു. 3 ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ചേർത്ത് നോക്കുക. 2 1ൽ ചേർത്ത് വരുമ്പോൾ 1 ആണ് വരുന്നത്. സോ ആ 1നെ ചൂസ് ചെയ്തു. ആ 1നെ ചൂസ് ചെയ്തിട്ട് നമ്മൾ വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വൈ എന്നുള്ള ആ ഒരു റോ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നമ്മുടെ അവിടെ അൺകൺസ്ട്രെയിൻസ് നമ്മൾ റിമൂവ് ചെയ്യാൻ ചെയ്യണം. ആ അൺകൺസ്ട്രെയിൻഡ് റോനെ നമ്മൾ കറസ്പോണ്ടിങ് റോ നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും. സോ ബാക്കി വരുന്ന റോ ആണിത്. There are 2 pivot choices in the table above. What pivot choice would have made if we are using the anti-cycling rules with the corresponding x1, t1, t2? Then നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഒരു പിവോട്ട് എലമെൻറ്റിന് ചൂസ് ചെയ്യണം. ഇവിടെ -3ഉം -8ഉം ആണ് വരുന്നത്. രണ്ടും നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു പിവോട്ട് എലമെൻറ്റിന് എന്തായാലും ചൂസ് ചെയ്തേ പറ്റൂ. സോ നമ്മൾ ആൻറ്റി സൈക്ലിംഗ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എക്സ് t1 t2. അപ്പോൾ എക്സ് t1 t2 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ t1 t2 ആണ് എന്ത് നോക്കേണ്ടത്, പിവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ -3 -2 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. സോ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ദി ബേസിക് സൊല്യൂഷൻ ഓഫ് ദ ടേബിൾ എബവ് ഈസ് ഒപ്റ്റിമൽ. ഹെൻസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി നോൺ കാനോണിക്കൽ മാക്സിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇവിടെ നോക്കാം, ഇവിടെ t1 t2ൻ്റെ വാല്യൂ വരുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, രണ്ടും നെഗറ്റീവാണ് വരുന്നത് അല്ലേ, -1/2 -3/2. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. സോ t1 = 0യും t2 = എന്താ വരുന്നത്, t2 = ഇവിടെ t1 0 ആയിട്ട് വരും. പക്ഷേ t2 എന്താ വരുന്നത്, t2 എന്ന് പറഞ്ഞത് ഇവിടെയാണ് കിടക്കുന്നത് എക്സ്. അപ്പോൾ t2ൻ്റെ വാല്യൂ എന്താ വരുന്നത്, 10 ആയിട്ട് ചൂസ് ചെയ്യാം നമുക്ക്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ നെഗറ്റീവിൻ്റെ ഈ ഒരു നെഗറ്റീവിൻ്റെ കേസിലായതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞത് t2ൻ്റെ സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സിൻ്റെയും t1ൻ്റെയും വാല്യൂ 0 ആയിട്ട് മാറും. t2ൻ്റെ വാല്യൂ ഇവിടെ എന്താണ് 10 ആയിട്ട് മാറും. സോ മാക്സിമം എഫ് എന്ന് പറഞ്ഞത് 15 ആയിട്ട് മാറും. y = 5 എന്ന് വരും. വൈൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് വരും. ഓക്കെ, പിവോട്ട് എലമെൻ്റ് ഏതാണോ അതാണ് 5 വരും. അപ്പോൾ അത്രയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണോ നമ്മളുടെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. സർ കൺജക്റ്റീവ് റൂൾ. അപ്പോൾ ഏതാണ് നമ്മളുടെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ, അൺകൺസ്ട്രെയിൻഡ് നോൺ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x > or = 0 അല്ലെങ്കിൽ y > or = 0 എന്ന് തന്നിട്ടുണ്ടാവില്ല.
ആ ഒരു കേസാണ്. അപ്പം നമുക്ക് ആ രണ്ടും അൺകൺസ്ട്രെയിൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്നിലെ പിവോട്ട് എലമെൻറ്റിന് ചൂസ് ചെയ്യാം. നമ്മൾ പിവോട്ട് എലമെൻറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ വൈ മാത്രം അൺകൺസ്ട്രെയിൻഡ് വരുന്ന കേസിൽ വൈനെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട. അപ്പോൾ വൈനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പിവോട്ട് എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ ഒരു റോ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, T1 ആയാലും ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, T2 ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, വാല്യൂ എന്തായിരിക്കും, സെയിം ആയിട്ടാവും വരും. അപ്പോൾ ഇങ്ങനെയാണ് അൺകൺസ്ട്രെയിൻഡ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.